കൊച്ചു പിള്ളേരെ നീ പുറകെ ശല്യപ്പെടുത്തലടാ നീ. നിനക്ക് ഒരു പാക്കറ്റ് സെർലാക്കിന് എത്ര രൂപ അറിയാവോ? ഓടി വീട്ടിൽ പോയിട്ട് നിന്റെ തന്റെ വിളിച്ചോണ്ട് എനിക്ക് കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങള് മറ്റേ തലയിലും തറയിലും വെക്കാൻ നോക്കണ ചെറുക്കനാണ്, കണ്ടില്ല അവന്റെ നിഷ്കളങ്കത നോക്കിയ മൊത്ത്. ഡേ എന്റെ ചെറുക്കന്റെ പിന്നാലെ ശല്യപ്പെടുത്തല്ലേ ഇനി. ഇതിന് ചെറിയ ഡ്രസ് ഒന്നും കിട്ടില്ല എനക്ക്. സോമാറ്റിക്കല്ലേ ഡ്രസ്സൊക്കെ മാറ്റി 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 ചെല്ലേ. ആ എവിടെ 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 ഗ്യാങ്ങിലെ ഒരു സ്ലോട്ട് ഫ്രീ ആക്ക, ഗ്യാങ്ങിൽ ഒരു സ്ലോട്ട് ഫ്രീ ആക്കണം. എവിടെ 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 പിങ്ങേ പിങ്ങേ. ആ കണ്ടത് എന്താ എടാ പഠിക്കാൻ വിട്ടാ പഠിക്കാം. എടാ എന്താ സീനെന്തോ എന്ന് പറഞ്ഞേ. ഇതെന്ത് പെണ്ണേസ് എന്തിനാണ് പറഞ്ഞാണ്? പെട്ടെന്ന് ചിന്നുവോൾ ആ കൊച്ച് ഇന്നലെ പ്രസവിച്ച അതിന് ആരത് ഇഷ്ടം? ഈ ക്ലോസിൽ തലേന്നെടുത്താ മോനെ. നീ എന്നെ കോടതി ഏറ്റു എന്നെ തെണ്ടി. അളിയ ഞാൻ അവിടെ അകത്തു കേട്ടാ. ഇന്നലെ വലിയ പ്രസവിച്ചില്ല മറ്റേ കൊച്ചി. ഒരു സെക്കൻഡ് ഈ അലീനുണ്ടല്ലോ, വെയിറ്റ് ഒരു മിനിറ്റ്. ഞാൻ കാര്യം പറയട്ടാ, ഈ സൂര്യബോസിനെ ആ കൊച്ചു പെണ്ണിന്റെ സ്നേഹം പിടിക്കേ. കൊച്ചാണ് ഇതൊക്കെ എന്താണ് ഈ മൊരടെ? നിങ്ങളാണിത് വേറെ രീതിക്ക് എടുക്കുന്നത്. കൊച്ചു പിള്ളേരെ നീ പുറകെ ശല്യപ്പെടുത്തലടാ നീ. ഉജാലെ മുക്കിയവനെ ഈ ഉജാലെ മുക്കിയവനടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കേട്ടടി. നീയും നിന്റെ മോനും രണ്ട് ഉജാലയെ മുങ്ങിട്ട് വന്നിട്ട് നോടായിക്കോ മനസ്സിൽ സമൂഹത്തിലടി നിലവിൽ വില കൊടുത്തരാ ഞാൻ. സമൂഹത്തിൽ നിലവിൽ വില മനസ്സിലായ? എടി നിന്റെ മോനെ കൊണ്ടുപോയി ആ പെണ്ണ് തോളത്തി വന്ന് പോയി പിടി കൊണ്ടുപോയി. നാളെ ഇതൊക്കെ എത്ര മോനെ കൊണ്ടുപോയി. റെസ്പോൺസിബിൾ വലിയമ്മ പെരിയമ്മ കൊറേ ഉണ്ടല്ലോ. പോയി നോക്ക് നീ പോയി നോക്ക്. ഞാനൊരു കാര്യം പറട്ടെ, ഇവനെങ്ങാനും അറിയാതെ കാലുണ്ടല്ലോ ആ കൊച്ചിനുള്ള ചവിട്ട് കഴിഞ്ഞാൽ അത് തവള ചമ്മന്തിയാകും പോലെ ചമ്മന്തിയോ മനസ്സിലായ? അറിയാതെ വല്ല ചവിട്ടി മാറേ അവിടെ വിട്ടി പണി. പ്രശ്നം ഇതാണ് പ്രശ്നം. ചിന്നിങ്ങൊന്ന നിനക്ക് ഒരു പാക്കറ്റ് സെർലാക്കിന് എത്ര രൂപ അറിയാവോ? ആ സെർലാക്ക് എന്നുവെച്ചാ നീ 3 നേരം തിന്നൂല സെർലാക്ക്. അതിന് വില എത്ര അറിയാവോ? ബിരിയാണി ഈ കൊച്ചു വയൽ എങ്ങനെ കേറുന്നു ബിരിയാണി?
ഒരു പാക്കറ്റ് പാമ്പേഴ്സിന് എത്ര രൂപ അറിയോ? പാമ്പേഴ്സ് തിന്നാല്ല നിന്റെ പറഞ്ഞോടി പറഞ്ഞോട് തിന്നുന്ന കാര്യം പറയുമ്പോ ഒട്ട നിന്റെ തന്ത ചോദിച്ചേ. പാമ്പേഴ്സും വെക്കൂല. ഇത് എന്തോടി ഇത്? കൊച്ചു തന്നെയാണ് ഇത്. അതാ കുട്ടി പിശാചാണ് ഇത്. ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്നെ പോലെ അല്ലേ എടി ഉണ്ടല്ലോ ഈ കൊച്ചാണെന്നുള്ളതാണ് ഞാൻ കൈവെക്കാത്ത. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആ ചവിട്ടി പിതുക്കിക്കളയും. മനസ്സിലായില്ലേ? സമാധാനത്തിൽ സംസാരിക്ക്. നിന്നെക്കാട്ടില് വലിയ അതൊന്ന് ഉപയോഗിച്ചൂടാ മാമൻ ഭീഷണിപ്പെടുത്തണടി. പാടി പാടി അടിയടി പാടി. ഓടാ തെണ്ടി. അവളെ കാട്ടിലെ പരിപാടി കത്തി ഞാൻ പിതുക്കി വിടും. ഞാൻ മര്യാദയ്ക്ക് മാമനൊന്നും ചെയ്യല്ലേ മോളെ മാമനൊന്നും ചെയ്യല്ലേ മോളെ ഒന്നും ചെയ്യല്ലേ ക്രിമിനല് ഏതോ ക്രിമിനൽ കുടുംബത്തിൽ നിന്ന് വന്ന ഏതോ ക്രിമിനൽ കുടുംബത്തിൽ നിന്ന് കേട്ടാ ഇങ്ങനെ ഒരു മരുമോളെയാണ് കേട്ടാ ഏതോ ക്രിമിനൽ കുടുംബത്തിൽ നിന്ന് വന്ന ഇത്. ഓടി വീട്ടിൽ പോടി. പോയിട്ട് നിന്റെ തന്ത വിളിച്ചോണ്ട് എനിക്ക് കണ്ട് സംസാരിക്കണ്ട് കേട്ടാ. നിന്റെ അച്ഛന്റെ പേരെന്തോടി? അച്ഛൻ ഇല്ലേ? നിന്റെ കൊന്നേനാണ് നീ. തിരിച്ചു നോക്കി എവിടെ കൊന്നയാണ്? അയ്യോ സോറി എടാ സോറി മാറിയോ? പോടാ പോടാ നിന്നെ അടിച്ചാടാ. അവന്റെ അതെ ഞാനൊരു കാര്യം പറയാം. അതിനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എനിക്കൊന്നും ഇഷ്ടമല്ലേ സമൂഹത്തിൽ നിലയും വിലയുള്ളടത്താണ് ഞാൻ. മനസ്സിലായില്ലേ? ലവ് പണ്ണ കൂടാതെ ലവ് പണ്ണലും ഒന്നും നടക്കൂല. എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത ഫോട്ടോ പത്രത്തിൽ കൊടുക്കും. ഏത് ആ സിസ്റ്റേഴ്സിന്റെ കൂടെ പിടിച്ച ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാൻ നാളെ പത്രത്തിൽ കൊടുക്കും. ഏത് പെൺകൊച്ചിനെ പിടിച്ചത്? ഇന്നലെ കുമ്പസരിക്കാൻ പോയ അസിസ്റ്റന്റ് എടുത്താ. എടി നിനക്കൊക്കെ എന്തിന് മനസ്സാടി നിന്റെയൊക്കെ ദുഷിച്ച മനസ്സ്. ജോണിയമ്മ ഉള്ള ഊരി കൊണ്ട് രക്ഷപ്പെടുപ്പെടുന്നു. അല്ലെങ്കിൽ അകത്ത് പോ പോക്സോ കേസിൽ. പോരാടാ ഇത് 4 PM സൗണ്ട്. ഞാനൊരു കാര്യം കേട്ടാ. നീ കണ്ണാപ്പി സീൻ എന്തിനാണ്? കണ്ണാപ്പി ഒരു തമിഴത്ത് കണ്ണാപ്പിനെ പിറ കിടക്കണം. അവന്റെ കണ്ടിട്ട് എന്തിനു ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ മുടി കണ്ട് ഇഷ്ടപ്പെട്ടേന്ന് അന്ത തമിഴ് പൊണ്ണ്. അതെങ്ങനെയാണ് അവനേക്ക് ഇഷ്ടപ്പെടുന്നത്? ഏത് ആ പെയിന്റ് വീണ തലയുള്ളവനാ? അവൻ തന്നെ. അവള് ഇഷ്ടപ്പെടും. അവള് പച്ചമുടി. അവന്റെ പച്ചമുടി കണ്ട് ഇംപ്രസ്ഡ് ആയാണ്. എസ്തെറ്റിക് വൈബ്സ് അല്ലേ ഇഷ്ടപ്പെടത്തുള്ളൂ. കളർ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടാണ്. നമ്മളും പണ്ട് കൊറേ അടിച്ചോണ്ട് നടന്നു. നമ്മളെ മഞ്ഞല്ലേ അടിച്ചോണ്ട് നടന്നേ. ഒരു കാര്യം സംസാരിക്കില്ലേ? ഹലോ പറ അതെന്നെ പറഞ്ഞ പറ. അതില് എന്താ വിളിച്ചേ? നിങ്ങക്ക് മഠത്തില് വേറെ പണിയൊന്നുമില്ലേ? മഠത്തിന് പണിയൊന്നുമില്ലേ? കുമ്പസാരം ഇതൊന്നുമില്ലേ? കൂതാശയും കുമ്പസാരം ഒന്നുമില്ലേ? ചെയ്യാനുണ്ടോ ഇങ്ങനെ നമ്മളെങ്ങനെ ഇങ്ങനെ ചതിക്കാനാണെങ്കിൽ മനസ്സിലാവുന്നു. കുഴപ്പമില്ല. അതല്ലേ മറ്റേ അലീനെ വിളിച്ചിട്ട് ഇതാക്കി കൊടുത്തന്നെ. ഇപ്പൊ എനിക്കിപ്പോ ആരും ഇല്ല. ഇപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ചേട്ടനെ ശരിക്കും മറ്റേ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് നേരെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞു. മറ്റേ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ട് കാണാൻ വരാൻ നിന്നേ. ചേട്ടനല്ലേ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു.
അതെ റേഡിയോ നിന്റെയൊക്കെ തന്തയുടെ കാര്യം പറയുള്ള സ്ഥലമല്ല, മനസ്സിലായില്ലേ? റേഡിക്കകത്ത് കുന്നായ്മ പറയില്ലേ? പോ ഇറങ്ങിപ്പോ, വേറെ റെഡി പോ. ഇന്നോട്ട് ഗ്യാങ് റെഡിക്കാത്ത നിന്റെയൊക്കെ പെണ്ണേഴ്സ് പറയണ മാറി. താങ്ക് യു ഫോർ ദ കിക്സ് ബ്രോ. കണ്ണവി ബ്രോ ഗയ്സ്, ഈ പുള്ളിയാണ് നമുക്ക് സ്റ്റിയറിംഗിൽ സ്പോൺസർ ചെയ്ത പയ്യൻ. കണ്ണാപ്പി ഗെയിമിംഗ്, കണ്ണാപ്പി ഇസെറ്റ് ഒയ്പി. ആ അത്രേ ഉള്ളൂ. റെഡി പറഞ്ഞു. ഹലോ പറ, എന്താ പറയാനുള്ളേ? ഞാൻ കാണാൻ വരാന്നൊക്കെ വിചാരിച്ചേ, ഇനിയിപ്പൊ കാണണ്ടല്ലോ, പിന്നെ കാണാൻ താല്പര്യമില്ല. ബൈ ഒക്കെ പറഞ്ഞല്ലേ? ബൈയൊക്കെ പറഞ്ഞു. അത് നമുക്ക് ആർക്കാലും ദേഷ്യം വരും. അല്ല ബൈ പറഞ്ഞില്ലേ എന്നോട്, ബൈ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞു പോയല്ലേ, അപ്പൊ ഞാൻ വരുന്നേ. എന്നാ അപ്പൊ ശരി, ബൈ. ബൈ. ശരി ബൈ. ആയിക്കോട്ടെ. വല്ലും നമ്മളൊന്നും വിലയില്ലല്ലോ, നമ്മുടെ സ്നേഹമൊന്നും മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ആയിക്കോട്ടെ, ബൈ. വീടല്ലേ ഇതൊക്കെ സെൻഡ് ചെയ്യണം. അവളന്ന് നമ്മളെ ട്രാപ്പ് ആക്കിയാണ്, നീ മറക്കല്ലേ അതൊന്നും. ഇല്ല ഇവിടെ ഈ ചെറുക്കനെ കൊന്നിട്ട് എത്ര ഇത് ഉള്ളപ്പോണ്ടരും. ഇവളെന്തോ തവളയെ പോലെ അടി കാട്ടുമണി നിന്റെ തന്ത പോയി വെട്ടി. ഇവിടെ കേറ്റില്ല കുടുംബത്തില്, ഇവിടെ കുടുംബം ചത്ത കേറ്റില്ലല്ലോ. എടാ തെണ്ടി, നീ വല്ല പ്രായത്തിന് മൂത്തോളം പോയി കെട്ടറാ പോടാ. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ആ പിടിക്കനകത്തേറ്റില്ല. നീ 20 വയസ്സോ 25 വയസ്സുള്ളോ, നീ 40 വയസ്സുള്ളവരെ കെട്ടില്ല കുഴപ്പമില്ല. അതെ ആ പിടിക്കുന്ന കുടുംബത്തിൽ കയറ്റൂല, ഉറപ്പാ, ഒരു സംശയമില്ല അതിന്. പോയാ അത് എന്റെ സ്വഭാവം മാറ്റല്ലേ, കാലേ വാരി ഭിത്തിയിലടിക്കും ഞാൻ, മനസ്സിലാടാ? അതാര് ടെലിപ്പോർട്ടായി പോകുന്നേ? പിന്നെ എങ്ങനെ? ആ 5 കോടി ക്യാഷ് പ്രൈസ് വന്നടപ്പാ. ഹലോ വില്ലുമോൻ. 5 കോടി ക്യാഷ് പ്രൈസ് കിട്ടിയാ? ഞാൻ ദേ ഇവിടെ ആമാപ്പാ. മാർക്കാൻ പറ്റുന്നില്ല. അതൊക്കെ തായേ உனக்கு தேவைப்படாதுல, நீ தான் ரிச் பர்சன் ஆச்சேப்பா. അതെ നീ ഇവിടെ എനിക്ക് ഫുഡ് കൊണ്ടാ ചോദിച്ചിരിക്കാൻ. ചെല്ലു, എനിക്ക് കാശ് വേണ്ട, അരിയും വേണ്ട. പടക്കം ആ പെണ്ണ് ഇവിടെ അവളെവിടെ മണ്ണ് തുറന്നു പോയാ താഴോട്ട് നിക്കുന്നു. ഇതെന്തിരിത്? ഈ കുട്ടിപ്പിശാചിനെ മോളെ നോക്കി പോയതായി. ഇതെങ്ങനെ ഇവിടെ വന്ന്? താനാരാ? ഈ കൊച്ചിന് അച്ഛനല്ലാണോ? അങ്കിളാണെങ്കിലും ആരച്ഛനാണെങ്കിലും കൊച്ചിനെ നോക്കി വളർത്തിക്കോണം കേട്ടല്ല. വെറും തോന്നിയ എന്റെ ചെറുക്കനെ കയ്യും കലാശവും കാണിച്ച് വളച്ചെടുക്കാൻ നോക്കും, നടക്കൂല അത്, മനസ്സിലായില്ലേ? ഞങ്ങള് മറ്റേ തലയിലും തറയിൽ വെക്കാൻ നോക്കണ ചെറുക്കനാണ്, കണ്ടില്ല അവന്റെ നിഷ്കളങ്കത നോക്കിയ മൊത്ത്. മനസ്സിലായ ഈ ചെറുക്കന് ഈ പേട്ട പെണ്ണിനെ ജമ്മഞ്ഞ കൊടുക്കൂല. എടാ എന്റെ മോനക്കേട് തെണ്ടി ചെറുക്കനെ പറഞ്ഞല്ലേ ചവിട്ടി കീറിഞ്ഞ എവിടെ ഇട്ട് കേട്ടല്ല. എവിടെതാ കുറവ സംഘത്തിലുള്ളയാണെന്ന്, എവിടെതാ കുറവ സംഘത്തിലുള്ളയാ, മനസ്സിലായില്ലേ? എടാ എവിടെ സ്വഭാവം കണ്ടാ വിട്ടിലുണ്ടായവള് ഓടി. രായ ഞാനൊരു കാര്യം പറയാം. രായ സ്കൂളില് എലി വിദ്യാലയത്തിൽ ടോപ്പ് റാങ്ക്.
എന്റെ കൊച്ചുണ്ടല്ലോ, എല്ലാ എന്റെ സബ്ജക്റ്റിനും കൊച്ചി എല്ലാ 100 out of 100 മനസ്സിലായില്ലേ? ടോപ്പ് ടോപ്പ് സ്കോർ ആണ്, ടോപ്പ് സ്കോർ. ചോദിക്കണേ ഒന്ന് അവനോട്. എടാ എന്റെ കൊച്ചുണ്ടല്ലേ എടാ ഗുരുത്വമുള്ളവൻ പഠിത്തോട് പറഞ്ഞാല് വിശ്വസനോട് പറഞ്ഞ കേള്. ആ സൂര്യ 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 ആപ്പിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്താണ്. ആപ്പിളിന്റെ സ്പെല്ലിംഗ് APPLE കേട്ടാ. ബിരിയാണിയുടെ സ്പെല്ലിംഗ് അങ്കിളിന്റെ വിദ്യാഭ്യാസം ഇല്ല. അങ്കിളിന് 10 വർഷം വിദ്യാഭ്യാസം ഇല്ല. എല്ലാം പോയി കളിയാ, എല്ലാം പോയി. കട ബബ്ബ അടിക്കണ്. എടാ ഈ കൊച്ചിനെ പറഞ്ഞോണ്ടല്ലേ മിനുട്ടി ഇങ്ങ് വാ. മിനുട്ടി ഇവനായിട്ട് ഒരു മാറിപ്പോയി. അതെ ആദ്യം പഠിച്ച് വളരാ കേട്ടാ. പഠിച്ച് വളർന്നിട്ട് 1ാം ക്ലാസ്സെങ്കിലും ആവുക. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടാ. കേട്ടാ കല്യാണം കഴിച്ചാലോ നീ എന്റെ കൈലാക്കി മാറ്റിയാത്ത അടിച്ച് കീറിഞ്ഞ എവിടെ ഇട്ട്. കൊണ്ടുപോയ കൊച്ചു നല്ല ഡീസന്റ് പഠിച്ചു തരണം. സൂര്യ വണ്ടി കയറ്. കണ്ടാ പെമ്പിളോട് സംസാരിക്കാതെ. എടാ വരാതി മോനെ. നീയേ സിറ്റി വന്ന് എന്നെ കൊറേ ആയിട്ട് എന്നിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണിനെ എടാ നിന്റെ ഡൈപ്പർ വാങ്ങിക്കാൻ പോലും എന്റെ കാശില്ല. മനസ്സിലാടാ തെണ്ടി. നീ ആ കൊച്ചിനെ കൂടി വളച്ചിട്ട് അതിന്റെ ഡയപ്പറോട് ഞാൻ വാങ്ങിക്കണം. നീ പരനാറി പട്ടി. പിന്നെ ഞാൻ തോന്നും മറ്റേ എന്നില്ലേ ഇങ്ങനെ ഉതുക്കുമ്പോഴേ കൊഴിഞ്ഞു വീഴുന്ന മറ്റേ കാശ് കൊഴിഞ്ഞു വീണ മരമൊന്നുമില്ല വീട്ടില്. മനസ്സിലാടാ. പിന്നാലെ നടക്കാൻ പാടില്ല. ഒരു എന്റെ ചെറുക്കന്റെ പിന്നാലെ ശല്യപ്പെടുത്തല്ലേ ഇനി. കേട്ടല്ല എന്താ കുരുട്ടെ വല്ല പറഞ്ഞായിരുന്നാ? കുരുട്ടെ അവളെന്തിനു പറഞ്ഞു? കുരുട്ടെ വല്ല പറഞ്ഞായിരുന്നാ? ഇനി എന്റെ ചെറുക്കന്റെ പിന്നാലെ നടക്കല്ലെന്ന്. എന്തോ കുരിയണോ എന്തോ നീ മുന്നീന്ന് പിന്നീന്ന് സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഒന്നും നടക്കണ്ട. ഇവനെ കൊണ്ട് ഞാനേ മറ്റേ ഇവിടെ ആക്കാൻ പോണ്. ഇതെന്തോന്ന് തന്റെ അടുത്തുള്ള സ്നേഹം മനസ്സിലായ അവളെ കയറിയ വണ്ടി കയറും. ഞാൻ കേറാതിരിക്കാൻ അങ്ങനെ എനിക്ക് അതെ ഇനി അലീന അതെ സൂര്യക്ക് വാങ്ങിയ എത്ര 76 ഡൈപ്പറിന്റെ കാശ് അക്കൗണ്ടിൽ ഇട്ടേക്കണേ കേട്ടാ. എന്നിട്ട് മതി നിന്റെ ഈ അവകാശം പറച്ചിലൊക്കെ. അതിന് ശേഷം മനസ്സിലായ അതുപോലെ യൂസ് ചെയ്യത്തില്ല പോലും അറിയത്തില്ല. ഏത് സൂര്യ നീ ഡൈപ്പർ യൂസ് ചെയ്യോ? സൂര്യ ഒരു സെക്കൻഡ് എടാ നിനക്കതിന്റെ കുഞ്ചി വേണ്ടേ ഡൈപ്പർ യൂസ് ചെയ്യാൻ? നിനക്ക് ഇല്ലെന്നുള്ളത് മറന്നു കേട്ടാ. സോറി സൂര്യ സൂര്യ പറ. ഈ കഴിവേറിയാണ് അവളെ പുറകെ നടക്കുന്നത്. നമുക്കത് ഇഷ്ടമല്ല. അതെ മീനിക്കുട്ടി ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരാവോ? അതെ മീനിക്കുട്ടി ഒന്ന് വിസ്തരിച്ച് പറയാം എന്താ ഉണ്ടാവണെന്ന്. മീനിക്കുട്ടിക്ക് വേറെ കൊച്ചൊക്കെ ഉണ്ട്. ആരായാലും പറ. കുരുട്ടെ മാമന്റെ അടുത്ത് പറ. പജാറോ എന്താ പറഞ്ഞേ? അവളെ പിന്നാലെ നടന്ന് ചെല്ലുമെന്ന് വിളിക്കുന്നു. എവനാ? സൂര്യ അവരാധിയുടെ മോൻ. അവരാധിയുടെ മോന്റെ അച്ഛനടി ജോണ്. ഒരു സെക്കൻഡ് നിന്നെ പോലെ തന്നെ ചന്ദ്ര നിന്നെ പോലെ തന്നെ. ആര് പറഞ്ഞത്? സ്ലോ മോഷനിൽ കേക്കണം കൊച്ചു പറ. എടി നിന്റെ ഞാനേ
ഞാനൊന്നും പറയില്ല. ആ പറ. അവളെ പിടിച്ചിരിക്കപ്പാ നീங்க இப்ப சொன்ன ഫ്യൂച്ചറിൽ അവക്ക് നിന്നെ അതെ കുടിക്കല്ലേ അവളെ നിനക്കൊരു ബ്രദറിനെ പോലെ ഇഷ്ടപ്പെട്ടത്, നീ അവളെ ഒരു അനിയത്തിയെ പോലെ ഇഷ്ടപ്പെട്ടോ? நான் கேட்டுக்கறப்பா கடைசி ஒரு வாட்டி ചിന്നു ഇത് ബ്രദർ അല്ലേ ചിന്നു? ആ ഒരു മിനിറ്റ് കടത്തി വാർത്ത ആ കടസിയായിട്ട് കേക്കട്ടെ കടത്തി ഇപ്പൊ എത്ത് പറയും ഒരു ഇട്ട് കേക്കട്ടെ. ആ പറ കേക്കട്ടെ. ആ பிடிக்காதா அத வந்து பேசலாமா இல்ல பேச கூடாதா நீ என்ன லவ் பண்றியா இல்லையா ஃபியூச்சர்ல உன்னை லவ் സ്റ്റോപ്പ് കൊട്. பண்ணാத എടാ, എടാ, ആ, നിനക്ക് പറഞ്ഞോ, അത് പറഞ്ഞോ. ഇഷ്ടമാണോ ഒന്നും ഇല്ലയോ? പറഞ്ഞു. നിനക്ക് അങ്ങനെ ഇഷ്ടമാണോ ഇല്ലയോ? ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാന്നൊക്കെ പറയണം. പറ ചിന്നു, ഇഷ്ടമാണോ ഇല്ലയോ? ഈ കൊച്ചങ്ങനെ പറ്റുന്നു. ആ, അവള് ആലോചിക്കട്ടെ, അവള് അയ്യോ, ആലോചിക്കട്ടെ. കുറച്ച് ടൈം എപ്പോഴും വളരാനോ ഒന്ന് മിണ്ടാതിരിക്കാൻ പറയോ മാറില്ലേ? ചന്ദ്രനൊന്നും മിണ്ടാതിരിക്ക്, അവള് അവള് പറയട്ടെ, അവള് പറയട്ടെ, സമയം ഒരു കൊടുക്ക്. എടീ കൊച്ചിന് വായി നീ ഒരു ഇത്രയും കേൾക്കാൻ. ഒരു 5 മിനിറ്റ് കൊടുക്കാൻ പറയാൻ പറ അവളുടെ അടുത്ത്. ആ, പറ ചിന്നു, പറ. ഇതൊന്നും ഇപ്പൊ വേണ്ട ഓ, ഇത്രയും മെച്യൂരിറ്റി ഉള്ള ഒരു കൊച്ചിനെ എവിടെ കിട്ടും ചന്ദ്ര? സൂര്യയുടെ ബാപ്പത്തിട്ട് സൂര്യയുടെ ബാപ്പത്തിട്ട് പൊട്ടി. எனக்கு தான் ഏയ്. പൊട്ടി തനി സ്വഭാവം പറഞ്ഞിരുന്നെങ്കിലാ പൊട്ടി 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 പൊട്ടേ പൊട്ടേ സൂര്യബസിന്റെ പെണ്ണ് പൊട്ടേ പെട്ടേന്ന് പറഞ്ഞപ്പോ 48ാമത്തെ പെണ്ണും പൊട്ടി. എടാ പോടാ. എടാ ഇതാണ് പറഞ്ഞത് നിനക്ക് കുഞ്ചി നല്ല നല്ല ആ அப்பா இவன் எனக்கு എടാ ഞാൻ പറ്റേ അവള് കുറച്ചൊരു വളർന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചൊരു നല്ല പയ്യനെ കിട്ടും. അള്ളേ നിന്റെ അമ്മ ചത്ത് കണ്ടാ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി. നിന്നെ പോലെ തന്നെയാവല്ലോ എന്താടി ഇവിടെ സൂര്യബോസ് എവിടെ? ആ ഡെവർ വന്നിട്ട് പാടുല ആ അതല്ലേ, ഒരു പാണ്ടിലോറ് കയറിയെന്ന് വിചാരിച്ചത്. എടാ പറടാ എവിടാ ആര് പറഞ്ഞോ. എവിടെ ഉണ്ട്? തറയില്. ഓ, ഞങ്ങൾക്ക് ആകാശത്താണ്. ആ പറന്നടക്കോ? ആ പറക്കും 2 ചിറകുണ്ട് എനിക്ക്, വിങ്സ്. ഓ, ജിമ്മി പേപ്പ് വന്നതാണ്. പോരെ തീരെ പോരെ. ശുദ്ധ മെയിനാണേ. ഇല്ല, സൂപ്പർ. ആ എന്താ വിളിച്ചേ? വിളിക്കാൻ പാടില്ല, ഞാൻ വിളിക്കുന്നു പറഞ്ഞല്ലോ. വിളിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ ആരും. ഞാൻ പറഞ്ഞല്ലോ വിളിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ വിളിക്കുന്നു പറഞ്ഞല്ലോ. ഇഷ്ടമുള്ളപ്പോ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ബോയ് ഫ്രണ്ടിനെ വിളിക്കേ. ആ, അതെന്നെ വിളിച്ചോണ്ടിരിക്കും. ഏ What? ഉണ്ണി അങ്ങ് വെട്ടിക്കളയും കേട്ടല്ലോ. ബാലനെ കണ്ടിട്ട് ഹായ് സത്യം പറഞ്ഞ പണ്ടത്തെ ആ ഒരു സിസ്റ്റം ഇല്ല ലീന, ഈ 2 കല്യാണമൊക്കെ കഴിക്കുന്ന ആ ഒരു സമ്പ്രദായം നല്ലതാണെന്നാണോ പറയാൻ വരുന്നത്? അല്ലേ പറഞ്ഞത്? അത് എന്തോ ഡിഫിക്കൽട്ട് ആയിരുന്നല്ലേ. അങ്ങനെ ചന്ദ്രൻ വേറെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞ. നിന്റെ ആ തോള 2 മരണം. അല്ല ഒരു കോടി ഗ്യാങ് ഹൗസിലും 1 റോഡിലും കിടക്കും. எப்படி பாஸ் கட் பண்ணுவியா இல்லனா അല്ല പറഞ്ഞത് അത് ചോപ്പ് അതൊക്കെ ഭയങ്കര ശോകമുള്ള പരിപാടിയാണ്. ശോകമാണോ? അത് ശോകമാണ്. அப்பா அம்மா ஹீரோ பாத்துக்கோ അല്ല അത് വിട്. ഇനി ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇനി ആ പെണ്ണിന്റെ അത് ഇങ്ങോട്ട് അതെ സൂര്യ സത്യം പണ്ണ് അവളെ ശല്യപ്പെടുത്തില്ല നിന്നെ. തലേ തൊട്ട് സത്യം ചെയ്യണം. ഇങ്ങനെ സത്യം ചെയ്യണം. ഞാൻ നിന്നെ ഒരു തങ്കച്ചി മാതിരി. അവിടെ തലേ വെച്ച് സത്യം ചെയ്യും. ഇല്ല അത് വേണ്ട. അവളെ അതായത് അവളെ പേര് അമ്മുക്കുട്ടി, എന്ത് പേരെന്തായിരുന്നു? ചിന്നിക്കുട്ടിയാ. ചിന്നിക്കുട്ടിയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്, ഞാൻ ഇനി തങ്കച്ചി മാതിരി ഉന്നെ പക്രേ. അപ്പൊ നീ അങ്ങോട്ട് പറയണം അല്ല അപ്പൊ ചിന്നിക്കുട്ടി അങ്ങോട്ട് പറയണം, ഞാൻ ഉന്ന ഒരു അണ്ണം മാതിരി പക്രേ.
പാക്ക്. ആ അണ്ണനെ പോലെയാണ് കാണുന്നത് കൈ നീട്ട് ചിന്നു, കൈ നീട്ട്. കൈ നീട്ട് ചിന്നു. ആ ഓ പറയടാ പട്ടി ചന്ദ്രബോസിന്റെ പിള്ളേർ ആര് പറഞ്ഞു? ചുമ്മാടാ അവൻ സത്യമായിട്ട് പ്രതിജ്ഞയായിരുന്നു ആ எனக்கு ஜின்னு பின்னாடி போறக்க இல்லனா இவளை இதை டிஸ்டர்ப் செய்ய மாட்டேன்னு சொல்லிட்டு எங்க அம்மா அப்பா மேல ஆணையாக கூறுகிறேன். ഊറിയിടാന് എന്തോന്ന് ഇല്ലില്ല അവ കൂറുകിറൻ സെന്തമിഴ് ആ അങ്ങനെ പറയാ ആ ഓക്കെ ഓക്കെ ആ ഇനി മീനുക്കുട്ടി அதான் பாப்பா. ആ ഓക്കേ. ഡാ ഇവിടാടാ നിക്കടാ. ഇവിടെ നിക്കടാ. இவ தானே இருக்கா, அதனால இவ மேல தான் நம்ம சத்தியம் பண்ணணும். ഇല്ല 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 അവള് പറയുന്നത് കേക്ക്, ആ അവള് പറയുന്നത് കേക്ക്. മറ്റേ കൈ പിടിച്ച് സത്യം ചെയ് சத்தியம் செய்ய. സൂര്യ ബോസ് ആകിയേ ഇല്ല ചിന്നുമോളാകിയ ഞാൻ சில்லுமோ ஆகிங்க ആകിയ ഞാൻ ஆகிங்க ഇന്ന് മുതൽ மாமா மாமா மேக்கு മരണം വരേക്കും ഞാൻ ഉന്നെ അണ്ണം മാതിരി പാക്കറേ மாதிரி பாக்கே അണ്ണം മാതിരി പാക്കറേൻ மாதிரி பாக்குதே. ഇത് തമിഴ് പറയണേ. ഏ ഇല്ലാത്ത അമ്മയാണ് സത്യം അവന് മനസ്സിലാവണു. இல்லாத அம்மியான் சத்தியம். അപ്പൊ മനസ്സിലായില്ല ആ ഓക്കെ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് പോണം പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുമില്ലേ, ആ തങ്കച്ചി അണ്ണാന്ന് വിളി ഒന്നുമില്ലേ. ഓക്കെ ഒരു മാറ്റർ ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇപ്പൊ സൂര്യ ബാലനെ കണ്ടിട്ട് ഹായ് മാമനാർ എന്നാണ് വിളിച്ചത്. മാമനാരെന്ന് വെച്ചാല് ഭാര്യയുടെ അച്ഛനെയാണ് അങ്ങനെ വിളിക്കുന്നത്. അമ്മായിച്ചൻ, അമ്മായി. ആ ഇനി തൊട്ട് മാമൻ ഇനി തൊട്ട് മാമനാരെന്ന് വിളിക്കല്ല ബാലൻ അങ്കിളെന്ന് വിളിച്ചേ ஓகேப்பா. ഇപ്പൊ ഇതിന് തീർപ്പായില്ലേ ஓகேப்பா. ஓகேப்பா.